ദ സീക്രട്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റോണ്ട ബേൺ എഴുതിയ ദ സീക്രട്ട് എന്ന പുസ്തകത്തിനെ കുറിച്ചാണ്. ഇത് ഒരു ആകർഷണ നിയമം എന്നൊരു പുസ്തകമാണ്. ലോ ഓഫ് അട്രാക്ഷൻ. ആകർഷണ നിയമമായത് കൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരെയും ഈ ബുക്ക് അട്രാക്ട് ചെയ്യുന്നത്. മുകളിൽ എപ്രകാരമോ താഴെയും അപ്രകാരം തന്നെ, അകം എപ്രകാരമോ പുറവും അപ്രകാരം തന്നെ എന്ന സാരാംശത്തോടെയാണ് ഈ ബുക്ക് നിങ്ങളിലേക്ക് തുറക്കുന്നത്. 2006 ഈ പുസ്തകം പുറത്തിറങ്ങിയതെങ്കിലും നമ്മൾ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അടുത്തറിഞ്ഞിട്ടുണ്ടാവുക. ഇത് വെറും ബുക്കല്ല, ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ബുക്കാണ്. ഈ പുസ്തകം നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് ഈ രഹസ്യം നിങ്ങളുടെ ജീവിതത്തെ സ്നേഹവും സന്തോഷവും കൊണ്ട് സമ്പുഷ്ടമാക്കട്ടെ. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന ആമുഖത്തോടെയാണ് റോണ്ട ബേൺ ഈ പുസ്തകം തുറക്കുന്നത്. മഹത്തായ ഒരു രഹസ്യമാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. യുഗങ്ങളിലൂടെ അത് കൈമാറി വന്നു. പലരും കണ്ണുവെച്ചു, ഒളിപ്പിച്ചു, നഷ്ടപ്പെട്ടു, മോഷ്ടിച്ചു, വൻ തുക വില കൊടുത്തു വാങ്ങി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ രഹസ്യം ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖരായ ചിലർ മനസ്സിലാക്കിയിരിക്കുന്നു. പ്ലാറ്റോ, ഗലീലിയോ, ബീതോവൻ, എഡിസൺ, കാർനെഗി, ഐൻസ്റ്റീൻ, അതുപോലെ പല ശാസ്ത്രജ്ഞർ, ആധ്യാത്മിക പണ്ഡിതൻ, ഗവേഷകർ, ചിന്തകന്മാർ, അങ്ങനെ പലരും ഇപ്പോഴിതാ രഹസ്യം ലോകജനതയ്ക്ക് കാഴ്ചവെക്കുന്നു. ഈ രഹസ്യം മനസ്സിലാക്കുമ്പോൾ എന്തു നേടണം, എന്തു ചെയ്യണം, എന്താകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നേടാൻ, ചെയ്യാൻ, ആയിത്തീരാൻ എങ്ങനെ സാധ്യമാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ വാസ്തവത്തിൽ ആരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയും. ജീവിതത്തിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്ന മഹനതയെക്കുറിച്ച് നിങ്ങൾ അറിയും. ഇതിലെ രഹസ്യം മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതവും മാന്ത്രികമായി മാറിയും. നിങ്ങളുടെ ചിന്തകളിലൂടെ ഇതിനെ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്ന് നോക്കാം. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത, ലോകത്തിലെ 24 മികച്ച അധ്യാപകന്മാരും ചിന്തകരും തങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഇതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. കുറച്ചധികം പേർ രഹസ്യം മനസ്സിലാക്കി ജീവിതത്തിൽ പ്രയോഗിക്കുകയും അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായും കണ്ടെത്തി. മനുഷ്യൻ്റെ ചിന്തകൾക്ക് അവരുടെ ജീവിതത്തെ എത്രത്തോളം മാറ്റിമറിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എന്താണ് ആ രഹസ്യം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക? ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് ഒരാൾ തൻ്റെ ജീവിതത്തിൽ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അതിനെ തന്നെയാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ ഒരു കാന്തം പോലെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഏതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അതുതന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും വരും. സമ്പത്ത്, വിജയം, സന്തോഷം എന്നിവ പറ്റി ചിന്തിച്ചാൽ അത് പതുക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങും. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ വിഷമം, കുറവ്, ഇല്ലായ്മ എന്നിവയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പ്രപഞ്ചം അതെല്ലാം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും തരും. ചരിത്രം സാക്ഷികളായ ഷേക്സ്പിയർ, റോബർട്ട് ബ്രൗണി, വില്യം ലൈക്ക് തുടങ്ങിയ കവികളും ബീഥോവൻ തുടങ്ങിയ സംഗീതജ്ഞരും ലിയോണാർഡോ ഡാവിഞ്ചി പോലുള്ള കലാകാരന്മാരും സോക്രട്ടീസ്, പ്ലേറ്റോ, ഐസക് ന്യൂട്ടൺ തുടങ്ങിയ ചിന്തകർ എല്ലാം ഈ നിയമത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പല ശാസ്ത്രജ്ഞന്മാരും ഈ നിയമം പ്രയോഗിച്ചിട്ടുമുണ്ട്. ആകർഷണ നിയമം എങ്ങനെ പ്രവർത്തിക്കാം? ലൈക്ക് അട്രാക്ട്സ് ലൈക്സ്. സമാനമായത് സമാനമായതിനെ ആകർഷിക്കും. നിങ്ങളുടെ മനസ്സ് ഒരു കാന്തമാണ്. അത് നിങ്ങളുടെ ചിന്തകളുടെ തരംഗങ്ങളെ, വൈബ്രേഷൻസ്, അത് പ്രപഞ്ചത്തിലേക്ക് അയക്കും. എന്നിട്ട് ആ തരംഗങ്ങളോട് യോജിക്കുന്ന കാര്യങ്ങളെ നിങ്ങളിലേക്ക് അയക്കും. ഉദാഹരണത്തിന്, ഒരു പാട്ട് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുമ്പോൾ വീണ്ടും വീണ്ടും മുഴങ്ങാറില്ലേ? കാരണം അത് പൂർണ്ണ ശ്രദ്ധയോടെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടും അതുപോലെ ഒന്നിനെക്കുറിച്ച് വീണ്ടും വീണ്ടും നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ചിന്തകളും കുറവുകളും. ഒരാൾ എപ്പോഴും പണത്തിനെക്കുറിച്ചും വിഷമത്തെക്കുറിച്ചും ചിന്തിച്ചാൽ ആ കുറവ് തന്നെ അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവൻ്റെ ചിന്താതരംഗങ്ങൾ അതിൻ്റെ അഭാവത്തെ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നു. പ്രപഞ്ചം അത് അവന് തിരികെ നൽകുന്നു. വേണ്ട എന്നതിനു സ്ഥാനമില്ല. അതുകൊണ്ട് ദ സീക്രട്ട് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് വേണ്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അല്ലാതെ വേണ്ടാത്ത കാര്യങ്ങളിലല്ല. എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ തെറ്റ് എന്തെന്നാൽ നമ്മൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു. ആളുകൾ പറയുന്നു, എനിക്ക് കടം വേണ്ട, എനിക്ക് വിഷമം വേണ്ട, എനിക്ക് അസുഖം വേണ്ട,
പക്ഷേ വേണ്ട എന്നതുപോലെയുള്ള കാര്യങ്ങൾ ആകർഷണ നിയമത്തിന് മനസ്സിലാവില്ല. നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുന്ന കാര്യങ്ങളെ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കും. അതുകൊണ്ട് എനിക്ക് കടം വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കടം എന്ന ഫ്രീക്വൻസി മാത്രമാണ് പുറത്തു വരുന്നത്. അപ്പോൾ പ്രപഞ്ചം നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ കടം മാത്രമേ നൽകുകയുള്ളൂ. ചിന്തകളും വികാരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതെല്ലാം മുൻപത്തെ ചിന്തകളുടെ ഫലങ്ങളാണ്. അത് നല്ലതോ മോശമോ ആവട്ടെ, നിങ്ങളുടെ ഭാവിയെ മാറ്റണമെങ്കിൽ നിങ്ങളുടെ ചിന്തകളെല്ലാം മാറ്റണം. നിങ്ങളുടെ വികാരങ്ങളാണ് നിങ്ങളുടെ ചിന്തകളുടെ ഏറ്റവും വലിയ അടയാളം. നിങ്ങൾക്ക് നല്ലത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ നല്ലതാണ്. നിങ്ങൾക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോശം ചിന്തകളാണ്. നല്ലത് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നല്ല തരംഗത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെ ആകർഷിക്കാൻ കഴിയുകയുള്ളൂ. സ്നേഹത്തിൻ്റെ ശക്തി. പ്രപഞ്ചത്തിൽ സ്നേഹത്തേക്കാൾ വലിയ ശക്തിയില്ല. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും സ്നേഹത്താൽ നിറയുമ്പോൾ ഫ്രീക്വൻസി ഏറ്റവും ഉയർന്ന തലങ്ങളിലെത്തും. അപ്പോൾ ആകർഷണ നിയമം ഏറ്റവും വേഗത്തിൽ പ്രവർത്തിക്കും. നിങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ എല്ലാത്തിലും സ്നേഹം കണ്ടെത്തുക. നമ്മുടെ ആകർഷണ നിയമത്തിൽ 3 സ്റ്റെപ്സാണ് പ്രതിപാദിക്കുന്നത്. ആകർഷണ നിയമം അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെയാണ്. അലാവുദ്ദീൻ വിളക്ക് തടവുമ്പോൾ ഭൂതം പുറത്തുവന്ന് പറയും, എൻ്റെ യജമാനൻ്റെ യാജ്ഞ ശിരസാ വഹിക്കുന്നു. ഈ പ്രപഞ്ചം തന്നെയാണ് നമ്മുടെ ഭൂതം. നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ പ്രപഞ്ചം ആജ്ഞയായി കണക്കാക്കുന്നു. പ്രപഞ്ചം ആ ആജ്ഞയായി കണക്കാക്കി നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. ഇതെങ്ങനെയെന്ന് നോക്കാം. ഘട്ടം 1 ആവശ്യപ്പെടുക. വേണ്ട കാര്യങ്ങൾ പ്രപഞ്ചത്തോട് വ്യക്തമായി പറയുക. നിങ്ങൾ ആശയക്കുഴപ്പത്തിലാണെങ്കിൽ പ്രപഞ്ചവും ആശയക്കുഴപ്പത്തിലാവുന്നു. സമ്മിശ്ര ഫലങ്ങൾ ലഭിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് വ്യക്തമായി പ്രപഞ്ചത്തോട് പറയുക. 2 വിശ്വസിക്കുക. നിങ്ങൾ ആവശ്യപ്പെട്ടത് നിങ്ങളുടേതാണെന്ന് വിശ്വസിക്കുക. പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹം കേട്ടു എന്ന് ഉറച്ച് വിശ്വസിക്കുക. 3 ഘട്ടം അത് സ്വീകരിക്കുക. ആ കാര്യം ഇപ്പോൾ ലഭിച്ച സന്തോഷം അനുഭവിക്കുക. സന്തോഷം നിങ്ങളുടേതാണെന്ന് സന്തോഷം അനുഭവിക്കുമ്പോൾ ആ ഫ്രീക്വൻസി നിങ്ങളിലേക്ക് എത്തുന്നു. പ്രപഞ്ചം സന്തോഷത്തോടെ നിങ്ങളെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു. പിന്നെ ദൃശ്യവൽക്കരണം ചെയ്യുക, വിഷ്വലൈസേഷൻ. ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സ് വീണ്ടും വീണ്ടും ചിത്രമായി കാണുമ്പോൾ അതിനോടൊപ്പം പ്രത്യേക വികാരം സൃഷ്ടിക്കും. വികാരമാണ് ആകർഷണ നിയമത്തെ സജീവമാക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു കാർ വേണമെങ്കിൽ ഒരു കാർ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചാൽ പോരാ. കണ്ണടച്ച് ആ കാറിലിരുന്ന് സ്റ്റിയറിങ്ങിൽ കൈവച്ച് അതിൻ്റെ സുഗന്ധം അനുഭവിച്ച് ആ സന്തോഷം അനുഭവിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സും ശരീരവും ഇത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്നു. ആ തരംഗങ്ങൾ പ്രപഞ്ചത്തിലേക്ക് പോകുന്നു. പ്രപഞ്ചം ആ വസ്തുവിനെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ തുടങ്ങുന്നു. കൃതജ്ഞത, നന്ദി. ജീവിതം മാറണമെങ്കിൽ ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാൻ പഠിക്കണം. പ്രപഞ്ചം നിങ്ങളുടെ നന്ദി തരംഗങ്ങൾ പിടിച്ചെടുക്കുകയും കൂടുതൽ കാര്യങ്ങൾക്ക് നന്ദി പറയാൻ അവസരം നൽകുകയും ചെയ്യും. സാമ്പത്തികമായി മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കയ്യിലുള്ള സമ്പത്തിന് നന്ദി പറയുക. ബന്ധം മെച്ചപ്പെടുത്തണമെങ്കിൽ പങ്കാളിയുടെയോ കുടുംബാംഗങ്ങളുടെയോ നല്ല കാര്യത്തിന് നന്ദി പറയുക. നല്ല ആരോഗ്യത്തിന് ഇപ്പോൾ നന്നായി പ്രവർത്തിക്കുന്ന ശരീരഭാഗങ്ങൾക്ക് നന്ദി പറയുക. നിങ്ങൾ കൂടുതൽ നന്ദി പറയുമ്പോൾ അത്രയും സമൃദ്ധി പ്രപഞ്ചം നിങ്ങൾക്ക് നൽകും. നിങ്ങൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയുമ്പോൾ ആ കുറവ് വീണ്ടും വീണ്ടും ആ കുറവുകൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുന്നു. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പണം നമ്മുടെ കയ്യിലുണ്ടെന്ന് ചിന്തിക്കുക. പണം എളുപ്പത്തിലേക്ക് നമ്മളിലേക്ക് തന്നെ വരുമെന്ന് വിശ്വസിക്കുക. കടത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ കടത്തിൽ ഒരിക്കലും ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. പകരം സമൃദ്ധി, ഐശ്വര്യം, സമ്പത്ത് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സമ്പന്നരായ ആളുകൾ ധാരാളം പണം ദാനം ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ നിങ്ങൾ സമൃദ്ധിയുടെ ഫ്രീക്വൻസിയിലാണ്. പ്രപഞ്ചത്തിന് സൂചന നൽകുന്നു. അപ്പോൾ ആ പ്രപഞ്ചം ആ സമൃദ്ധി പല മടങ്ങ് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു നൽകുന്നു. ബന്ധങ്ങൾ, ആരോഗ്യങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെയോ കുടുംബാംഗങ്ങളെയോ കുറവുകളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചാൽ അതേ നെഗറ്റിവിറ്റി ആകർഷിക്കും. എന്നാൽ അവരുടെ നല്ല ഗുണങ്ങളെ അഭിനന്ദിക്കുക. നിങ്ങളുടെ ബന്ധങ്ങൾ മനോഹരമാണെന്ന് വിഷ്വലൈസ് ചെയ്താൽ അത് നിങ്ങളെ യാഥാർത്ഥ്യമാക്കി മാറും. ആരോഗ്യം. നമ്മൾ നിരന്തരം രോഗം, വേദന എന്നിവയെക്കുറിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പ്രപഞ്ചം ആ ഫ്രീക്വൻസി പിടിച്ചെടുക്കും. നല്ല ആരോഗ്യം വിഷ്വലൈസ് ചെയ്യുകയും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് അനുഭവിക്കുകയും ചെയ്താൽ നമ്മുടെ ആരോഗ്യം ആ ദിശയിലേക്ക് മാത്രം മാറുകയും ചെയ്യും.
ഒരു ദിവസത്തിൽ നമുക്ക് ഏകദേശം 60,000 ചിന്തകൾ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ അവബോധ മനസ്സിൽ നിന്നാണ്. ഓരോ ചിന്തയും ഓരോ ഫ്രീക്വൻസിയാണ്. ഈ സംവാദം നെഗറ്റീവ് ആണെങ്കിൽ പ്രപഞ്ചം ആ നെഗറ്റിവിറ്റിയെ നമ്മുടെ ജീവിതത്തിലേക്ക് വലുതാക്കും. അതുകൊണ്ട് ആദ്യം ശീലിക്കേണ്ടത് അവബോധമാണ്. അപ്പോൾ ഒരു ദിവസം മുഴുവൻ ചോദിക്കുക, ഞാൻ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ ചോദ്യം ചോദിക്കുമ്പോൾ വർത്തമാന നിമിഷത്തിലേക്ക് നിങ്ങൾ വരും. അപ്പോൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റി നിങ്ങളുടെ ഫ്രീക്വൻസി നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരും. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം. നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുന്നതിന് മുന്നേ ചിന്തിക്കുക, ഇന്നത്തെ ദിവസം നല്ലതായിരിക്കും, എല്ലാം എളുപ്പത്തിൽ സംഭവിക്കും. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ദിവസം നല്ലതായിരിക്കണമെന്ന് നിങ്ങൾ മുൻകൂട്ടി പ്രപഞ്ചത്തോട് സൂചന നൽകും. വിഷൻ ബോർഡ്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ ശക്തമായി ആകർഷിക്കാൻ വേണ്ടി ആ ചിത്രങ്ങൾ വിഷൻ ബോർഡായി ഏതെങ്കിലും ചുമരിലോ ബോർഡിലോ ഒട്ടിക്കുക. നിങ്ങൾക്കൊരു കാർ വേണമോ, വീട് വേണമോ, പണം വേണമോ, എന്തുമാവട്ടെ, എന്തായാലും വേണ്ടില്ല. നിങ്ങൾ ചിത്രങ്ങൾ കാണുമ്പോൾ ആ വികാരത്തിലേക്ക് എത്തുന്നു. ആ വികാരം സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുന്നു. പണം, സന്തോഷം, ഐശ്വര്യം, സമാധാനം, എല്ലാ കാര്യങ്ങളും സീക്രട്ട് എല്ലായിടത്തും പ്രാവർത്തികമാക്കുന്നു. ഇതിൽ ബോബ് പ്രോക്ടർ രഹസ്യം വെളിപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് വേണ്ടതെന്തും രഹസ്യം നിങ്ങൾക്ക് നേടിത്തരും. സന്തോഷമാവട്ടെ, ആരോഗ്യമാവട്ടെ, പണമാവട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടാം, ചെയ്യാം, ആയിത്തീരാം. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നമുക്ക് നേടാൻ കഴിയും. അതെത്ര വലുതായാലും പ്രശ്നമല്ല. എങ്ങനെയുള്ള വീടാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്കൊരു കോടീശ്വരൻ ആകണമെന്നുണ്ടോ? ഏതുതരം ബിസിനസ്സാണ് നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത്? ഇനിയും വൻ വിജയങ്ങൾ നേടണമെന്നുണ്ടോ? വാസ്തവത്തിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഇതാണ് ജീവിതത്തിൻ്റെ മഹത്തായ രഹസ്യം. നിങ്ങളൊരു പക്ഷേ അവിടെ ഇരുന്ന് ആലോചിക്കുന്നുണ്ടാവും, എന്താണ് രഹസ്യം എന്ന്. ഞാനിത് എങ്ങനെ മനസ്സിലാക്കിയെന്നറിയാം. നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് അനന്തമായൊരു ശക്തി മൂലമാണ്. നമ്മളെല്ലാം സ്വയം നയിക്കുന്നത് ഒരേ ജീവിതങ്ങൾക്കനുസരിച്ചാണ്. പ്രകൃതിയുടെ നിയമങ്ങൾ അത്യധികം സൂക്ഷ്മതവും കൃത്യവുമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരു പ്രയാസവുമില്ലാതെ ശൂന്യാകാശ പേടകം നിർമ്മിക്കാൻ കഴിയുന്നത്. നമുക്ക് മനുഷ്യരെ ചന്ദ്രനിൽ എത്തിക്കാൻ കഴിയും. അവിടെ ചെന്നിറങ്ങുന്ന സമയം നിമിഷാർദ്ധത്തിൻ്റെ കൃത്യതയിൽ നിർണ്ണയിക്കാൻ കഴിയും. നിങ്ങൾ എവിടെയിരുന്നാലും ശരി, ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സ്റ്റോക്ക്ഹോം, ലണ്ടൻ, ടൊറൻറ്റോ, അങ്ങനെ ഏത് രാജ്യങ്ങളിലായാലും നാമെല്ലാം ഒരു ശക്തി കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരൊറ്റ നിയമം, ആകർഷണ നിയമം. ആകർഷണ നിയമമാണ് രഹസ്യം. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെല്ലാം നിങ്ങൾ ആകർഷിച്ചെടുക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ബിംബങ്ങൾ കാരണമാണ് അവ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ചിന്തകൾ നിങ്ങളുടെ മാനസിക വ്യാപാരങ്ങൾ, അതിനെയാണ് നിങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. നിങ്ങളുടെ ഓരോ ചിന്തയും ഒരു യാഥാർത്ഥ്യമാണ്, ഒരു ശക്തിയാണ്. സമാനമായവ തമ്മിൽ ആകർഷിക്കും എന്ന് ആകർഷണ നിയമം പറയുന്നു. അതിനാൽ നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ സമാനമായ ചിന്തകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. ചിന്തകൾക്ക് കാന്തിക ശക്തിയുണ്ട്. ചിന്തകൾക്ക് നിശ്ചിത തരംഗ ദൈർഘ്യമുണ്ട്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവ പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. അവ അത്രയും തരംഗ ദൈർഘ്യത്തിലുള്ള സമാനവയെ എല്ലാം കാന്തം പോലെ ആകർഷിക്കുന്നു. പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതെല്ലാം ഉത്ഭവസ്ഥാനത്തേക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾ ചിന്തകളുടെ തരംഗങ്ങൾ പ്രസരിപ്പിക്കുന്ന ഒരു മനുഷ്യ പ്രക്ഷേപണ ടവർ പോലെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ചിന്തകളിൽ മാത്രം മാറ്റം വരുത്തുക. അതുവഴി തരംഗം ദൈർഘ്യം മാറ്റുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളാണ് നിങ്ങളുടെ ഭാവി ജീവിതം നിർമ്മിക്കുന്നത്. നിങ്ങൾ എന്തിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നുവോ, എന്തിൽ നിങ്ങളുടെ മനസ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതമായി പ്രത്യക്ഷപ്പെടും. നിങ്ങളുടെ ചിന്തകൾ വസ്തുക്കളായി മാറും. നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ചില നിയമങ്ങളുണ്ട്. ഗുരുത്വാകർഷണ നിയമം എന്നതുപോലെ നിങ്ങൾ ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണെന്നിരിക്കട്ടെ. ഒരു നല്ലയാളോ ദുഷ്ടനോ ആവട്ടെ, നിങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുക തന്നെ ചെയ്യും. ആകർഷണ നിയമം എന്നതൊരു പ്രകൃതി നിയമമാണ്. ഗുരുത്വാകർഷണ നിയമം പോലെ തന്നെ അത് നിഷ്പക്ഷവും സർവസമാനവുമാണ്. അത് സൂക്ഷ്മമാണ്, കൃത്യതയാർന്നതാണ്. ഇപ്പോൾ സ്വന്തം ജീവിതത്തിൽ നിങ്ങളെ വലയം ചെയ്തിരിക്കുന്നവ, നിങ്ങൾ ഖേദിക്കുന്നവയുൾപ്പെടെ എല്ലാം നിങ്ങൾ നിങ്ങളിലേക്ക് സ്വയം ആകർഷിച്ചവയാണ്. പ്രതീക്ഷ എന്നത് പ്രബലമായ ഒരു ആകർഷണ ശക്തിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുക, നിങ്ങൾ ആഗ്രഹിക്കാത്തത് പ്രതീക്ഷിക്കാതിരിക്കുക. ആകർഷണ നിയമത്തെ നിങ്ങൾക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതിനെ ജീവിതത്തിൻ്റെ ഭാഗമായ ഒരു ശീലമാക്കണം, അല്ലാതെ ഒറ്റത്തവണ ചെയ്യുന്ന ഒരു സംഭവമാകരുത്.
ദിവസത്തിൻ്റെ അവസാനം ഉറങ്ങും മുൻപ് ആ ദിവസത്തെ സംഭവങ്ങളെല്ലാം ഒന്ന് തിരിഞ്ഞു നോക്കുക. ഏതെങ്കിലും സംഭവമോ മുഹൂർത്തമോ നിങ്ങൾ ആഗ്രഹിക്കാത്ത രീതിയിലായിരുന്നു എങ്കിൽ ആ രംഗത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഭേദഗതി വരുത്തി വീണ്ടും മനസ്സിൽ പുനരാവിഷ്കരിക്കുക. ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് പരിധിയില്ല. നിങ്ങളുടെ ശ്രേഷ്ഠ മാതൃകയിൽ വിശ്വാസമർപ്പിക്കുക. ആ ശ്രേഷ്ഠ മാതൃക നിങ്ങൾക്ക് സബലീകരിച്ച് യാഥാർത്ഥ്യമാണെന്ന് കരുതുക. ഇന്ന് തന്നെ നിങ്ങളുടെ ചിന്തകളെ മാറ്റി ചിന്തിക്കുക. ഇന്നു മുതൽ തന്നെ നിങ്ങളുടെ ചിന്തകളെ മാറ്റാൻ തീരുമാനിക്കുക. ഇതാണ് നമ്മുടെ സീക്രട്ട് ബുക്ക്. നിങ്ങളുടെ ചിന്തകൾ മാറ്റിയാൽ നമുക്ക് ഇഷ്ടമുള്ള ആഗ്രഹങ്ങൾ നേടാൻ കഴിയും.